നമസ്കാരം. പ്രധാന വാർത്തകൾ. കുടിവെള്ള വിതരണം നിലച്ചിട്ട് 3 മാസം. ദുരിതത്തിലായ നാട്ടുകാർ ഒടുവിൽ പ്രതിഷേധവുമായി വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി. സ്കൂട്ടറിൽ കടത്തിക്കൊണ്ടുവന്ന 9 ലിറ്റർ വിദേശ മദ്യം എക്സൈസ് പിടികൂടി. ലൈഫ് ഭവന പദ്ധതിക്ക് ഊന്നൽ നൽകി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കുടിവെള്ള വിതരണം നിലച്ചിട്ട് 3 മാസം. ദുരിതത്തിലായ നാട്ടുകാർ ഒടുവിൽ പ്രതിഷേധവുമായി വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി. കേരള വാട്ടർ അതോറിറ്റി മതിലകം സെക്ഷൻ ഓഫീസിലാണ് പ്രതിഷേധം അരങ്ങേറിയത്. പടിഞ്ഞാറ് വശത്തുള്ള പൗര റെസിഡൻസിൽ ഏകദേശം 300 കുടുംബങ്ങളുണ്ട്. പക്ഷേ ഇതുവരെ ഒരു 3 മാസത്തോളമായിട്ട് അവിടെ അവർക്ക് കുടിവെള്ളം കിട്ടുന്നില്ല. ഈ ഒരു പ്രശ്നം ഈ മതിലകം സെക്ഷനിൽ വന്നിട്ട് പലതവണ മെമ്പർ ആയി വന്ന് ഇവിടെ അവതരിപ്പിച്ചിട്ടും അതിന് ശാശ്വതമായ പരിഹാരം കിട്ടിയിട്ടില്ല. അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ഇന്ന് സംഘടിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രതിഷേധം മറ്റൊന്നുമല്ല. ഇതിന് യഥാർത്ഥ വിവരം ജനങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എല്ലാവരും കൂടി ഇവിടെ വന്ന് കുറച്ച് പേര് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾക്കൊരു ഉറപ്പ് കിട്ടണം. എന്തായാലും ഇന്ന് ഈ പ്രശ്നം പരിഹാരം ഉണ്ടാകും. കാരണം നാളെ മുതൽ ഇതിന് പമ്പിങ് മറ്റൊരു സെക്ഷനിലേക്ക് മാറ്റും. അപ്പോൾ ഒരാഴ്ചക്കാലം അങ്ങനെ പമ്പിങ് ഇല്ല എന്ന് പറഞ്ഞ് വീണ്ടും നീണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് അധികാരികൾ ശ്രദ്ധിക്കണം. ഇതിനൊരു ശക്തമായ ഒരു നടപടി ഉണ്ടാവണം. ഓരോ തവണയും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ല. മതിലകം പഞ്ചായത്തിലെ 4-ാം വാർഡിൽ പുതിയകാവ് പൗര റെസിഡൻസ് അസോസിയേഷൻ പ്രദേശത്താണ് രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്നത്. മാസത്തോളമായി വെള്ളം ഇല്ലാണ്ടായിട്ട്. അപ്പോൾ അന്ന് മുതൽ നമ്മൾ വാട്ടർ അതോറിറ്റിയിൽ വരും. അപ്പോൾ അവർ വർക്കറെ വിടും, അതത് ശരിയാക്കി തരാമെന്ന് പറയും. ശരിയാക്കുമ്പോൾ വെള്ളം വരാറില്ല. പിന്നെയും വരുമ്പോൾ എസ്എംപുരത്തേക്ക് വിട്ടേക്കാണ്. എസ്എംപുരത്ത് നിന്ന് മാറുമ്പോൾ പറയും മതിലകത്ത് വിടുമ്പോൾ ശരിയാക്കി തരാമെന്ന്. അങ്ങനെ പറഞ്ഞ് ഇത്രയും നാളെ വരെ ആയി. ഇനി നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. ജനങ്ങളാകെ ബുദ്ധിമുട്ടിയിലാണ്. വെറും പൈസ കൊടുത്ത് വെള്ളം വാങ്ങിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയേക്കണം എല്ലാവരും. അപ്പോൾ അതിനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും എല്ലാവർക്കും ഇല്ല. കറക്റ്റ് എല്ലാ മാസവും അവർ ബില്ല് അടക്കുന്നുണ്ട്. മറ്റുള്ള കാര്യങ്ങൾ അത് കൃത്യമായി ചെയ്തു പോകുന്നുണ്ട്. അവർക്ക് വെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും വന്ന് കൂടിയത്. അപ്പോൾ അതിനുള്ള പരിഹാരം കണ്ടതിന് ശേഷം ഇവിടുന്ന് പോകുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിലാണ് എല്ലാവരും എത്തിയിരിക്കുന്നത്. കാരണം അത് കറക്റ്റായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. കഴിഞ്ഞ 3 മാസമായി ഈ ദുരിതം തുടരുകയാണ്. വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജല വിതരണത്തെ ആശ്രയിക്കുന്ന 200ഓളം കുടുംബങ്ങളാണ് നട്ടം തിരിയുന്നത്. ഇവരെല്ലാവരും ഗാർഹിക ഉപഭോക്താക്കളാണ്. പലവട്ടം അധികൃതരെ വിവരം അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി ഓഫീസിലെത്തിയതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പൂക്കളായി എമ്മാട് തട്ടങ്കരി നെടുമ്പറമ്പ് വഴി കറങ്ങിയിട്ട് വരുന്നത്. അതേസമയത്ത് ഒരു പൈപ്പ് കൂടി കണക്ഷൻ അതിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ പരിഹാരമാകും. അതിന് വേണ്ടിയിട്ട് MLA കണ്ട് പരാതി കൊടുത്ത് 21/2/2022 പരാതി കൊടുത്തിരുന്നു. MLA അത് പ്രകാരം ഇവിടേക്ക് തന്ന് ഇവർ വന്ന് എസ്റ്റിമേറ്റ് എടുത്ത് എസ്റ്റിമേറ്റിൽ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. എങ്കിലും ആ എസ്റ്റിമേറ്റ് എടുത്തിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ടും കിട്ടാതെ വന്നപ്പോൾ ഇരിഞ്ഞാലക്കുട ഓഫീസിൽ ചെന്നപ്പോൾ പറഞ്ഞ് ആ എസ്റ്റിമേറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് സമയം കഴിഞ്ഞ് പൈപ്പിന് വില കൂടി മണിക്കൂലി കൂടിയെന്ന് പറഞ്ഞു. വാർഡ് മെമ്പർ സംസാബി സലീം, പൗരഭാരവാഹികളായ ഡോക്ടർ മുഹമ്മദ് അൻസാർ, TK ഷാഫി, RM ജലീൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്കൂട്ടറിൽ കടത്തിക്കൊണ്ടുവന്ന 9 ലിറ്റർ വിദേശ മദ്യം എക്സൈസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട പെരിഞ്ഞനം സ്വദേശികളായ സനീഷ്, വിബീഷ് എന്നിവരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് ഇൻസ്പെക്ടർ ശ്യാംനാഥും സംഘവും നടത്തിയ പരിശോധനയിലാണ് കൊറ്റംകുളത്ത് നിന്ന് വിദേശമദ്യം പിടികൂടിയത്. അളവിൽ കൂടുതൽ വിദേശമദ്യം കൈവശം വെച്ചതിന് ഇവർക്കെതിരെ കേസെടുത്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ മോയിഷ്, ബെന്നി, പ്രിവന്റീവ് ഓഫീസർ അനീഷ് പോൾ, സിവിൽ എക്സൈസ് ഓഫീസർ രാജേഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ലൈഫ് ഭവന പദ്ധതിക്ക് ഊന്നൽ നൽകി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. 42,46,56,463 രൂപ വരവും 41,22,58,200 രൂപ ചെലവും 1,23,98,263 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് CS സലീഷ് അവതരിപ്പിച്ചത്. സംസ്ഥാനത്തേക്കാൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൽ ഇതുപോലെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞ കേരള മോഡലിന്റെ പിന്നിൽ ത്രിതല സംവിധാനത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന വികസന പദ്ധതികളും അവയുടെ കാര്യക്ഷമമായി നിർവഹണവുമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ്, ഗ്രാമസഭ,
ബ്ലോക്ക് തല ഉപസമിതികൾ, വികസന സെമിനാർ എന്നിവയിലൂടെ ഉരുത്തിരിഞ്ഞ വസ്തുക്കൾ ക്രോഡീകരിച്ച് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗീകാരം നൽകിയതും ഈ ഭരണസമിതിയുടെ 4ാമത്തെയും 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള 1,10,64,461 പ്രാരംഭ ബാക്കിയും 41,32,200 രൂപയുടെ വരവും 41,22,58,200 ചെലവും 1,23,98,298 മിച്ചമുള്ള ബജറ്റാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. പ്രതികൂല സാഹചര്യങ്ങളും സാമ്പത്തിക നിരക്കും പദ്ധതി പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുന്നതിനിടയിൽ മികച്ച ആസൂത്രണത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും മാതൃകാപരമായ പദ്ധതികൾക്ക് രൂപം കൊടുത്ത് വിജയപ്രദമാക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാർഷിക മേഖലയുടെ വികസനം ഒരു നാടിൻ്റെ വികസനത്തിൻ്റെ ആണിക്കല്ലാണ്. അടിസ്ഥാന സൗകര്യ വികസനം, ജലസേചന സ്രോതസ്സുകൾ, ജൈവ മാലിന്യങ്ങളുടെ സംസ്കരണം, ശുദ്ധജല ലഭ്യത, മികച്ച തൊഴിൽ സംസ്കാരം വളർത്തുന്നതിന് സ്റ്റാർട്ടപ്പുകൾ, കാർഷിക മേഖലയിലെ മൂല്യവർദ്ധിത ഉൽപ്പന്ന ഉൽപ്പാദനം, വിപണനം എന്നിവ മുഖ്യ ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്തിന് വികസിത രാജ്യങ്ങൾക്കും മാതൃകയായി നിലകൊള്ളുന്നുണ്ട്. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിക്ക് ഊന്നൽ നൽകിയിട്ടുള്ള ബജറ്റിൽ ഈ മേഖലയ്ക്കായി 3 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. പൊതുമരാമത്ത് മേഖലയ്ക്കായി 2.71 കോടി രൂപയും ആരോഗ്യ മേഖലയ്ക്കായി 54 ലക്ഷം രൂപയും പട്ടികജാതി വികസനത്തിനായി 1.89 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്കായി 19 ലക്ഷം രൂപയും ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി 46 ലക്ഷം രൂപയും വകയിരുത്തി. ഘടക സ്ഥാപനങ്ങളുടെ മെയിൻ്റനൻസ് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ പ്രവർത്തനങ്ങൾക്കായി 1.15 കോടി രൂപയും വനിതാ ഘടക പദ്ധതിക്കായി 44 ലക്ഷം രൂപയും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി 12 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി 10 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. വനിതാ കർഷകർക്കുള്ള പുഷ്പകൃഷിക്കും ചെറുധാന്യ കൃഷിക്കും പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ബജറ്റ് അവതരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ പ്രദേശത്തുള്ള ഗ്രാമപ്രദേശത്തുള്ള CHC അടക്കം രാത്രി സേവനം ഉറപ്പുവരുത്തുകയാണുള്ളത്. പക്ഷെ 6 മണി വരെയുള്ള സേവനം നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നമ്മളാണെന്നുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റലിലെ ശുചിത്വമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് കായവൽപ്പ അവാർഡിന് 98% മാർക്കോടുകൂടിയാണ് ഇത് കഴിഞ്ഞ 2022 നാഷണൽ ലെവൽ സംസ്ഥാനത്ത് 1ാം സ്ഥാനത്തെത്തിയത്. അപ്പോൾ ഒരു ഭരണ സംവിധാനത്തിന് കീഴിലുള്ള 2 ഹോസ്പിറ്റലാണ്. ഒന്ന് പെരിഞ്ഞനത്ത് സ്ഥിതി ചെയ്യുന്ന CHC, പെരിയാട് ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന FHC. ജില്ലയിൽ ഫസ്റ്റ്, സംസ്ഥാനത്ത് 1ാം സ്ഥാനം നേടുക എന്ന് പറയുന്നത് ഒട്ടേറെ നമ്മൾ ആ മേഖലയിൽ ശ്രദ്ധിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ ഭരണസമിതിക്ക് ഇങ്ങനെ കണ്ടുമ്പോൾ 1 കോടി രൂപയോളം നമ്മൾ ഓരോ വർഷവും ഇതിനു വേണ്ടി നീക്കിയിരിക്കുന്നതാണ്. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷീജ ബാബു, KA ഹസ്ബൽ, KK വത്സമ്മ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KA കരീം, നൌമി പ്രസാദ്, RK ബേബി, ശോഭന ശാറംഗധരൻ, മോനിഷ ലിജിൻ, നൌഷാദ് കറുകപ്പാടത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി K മധുരാജ്, ജോയിന്റ് BDO ആംബ്രോസ് മൈക്കിൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, മാധ്യമപ്രവർത്തകർ, ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു. ബെന്നി ബെഹനാൻ MP-യുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ച് കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ പള്ളിത്താനത്തും ചെളിങ്ങാട് അമ്പലനടയിലും മിനി മാസ് ലൈറ്റ് സ്ഥാപിച്ചു. 4.5 ലക്ഷത്തോളം രൂപ ചിലവിട്ടാണ് മിനി മാസ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. പള്ളിത്താനത്ത് നടന്ന ചടങ്ങിൽ ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ഹൈവേ വന്നപ്പോൾ ഇങ്ങോട്ട് കടക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് 3 പീടികയിൽ ഒരു അണ്ടർപാസ് വേണമെന്ന് ആവശ്യമുണ്ടായി. അന്നും ഞാൻ കണ്ട ഒരു പ്രത്യേകത പറയുന്നു, അന്ന് എല്ലാവരും അതിൽ സഹകരിച്ചു, എല്ലാവരുടെയും ഒരു ആവശ്യമായി വന്നു. അന്ന് വന്നപ്പോഴാണ് ഇവിടെ ഞാൻ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു ആവശ്യം ഇവർ ഉന്നയിച്ചതായിട്ട് പറഞ്ഞു. ഈ ഒരു മിനി മാസിൻ്റെ ആവശ്യം ഈ പ്രദേശത്തുണ്ട്, അത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരൊക്കെയാണ് സമ്മർദ്ദം. അപ്പോൾ സമ്മർദ്ദം ചെലുത്തിയവരോടാണ് ആദ്യം നന്ദി പറയേണ്ടത്, അവരോടുള്ള കൃതജ്ഞത. ഇങ്ങനെയൊരു അവസരം എനിക്കുണ്ടാക്കി തന്നത് അവരായതുകൊണ്ട് ഞാൻ അവരോട് എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. പിന്നെ നമുക്കറിയാം കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. ഈ പ്രദേശത്തൊക്കെ ഒട്ടേറെ കാര്യങ്ങൾ വേണ്ടതാണ്. ഇപ്പം നമുക്ക് ഇത്തരമൊരു ലൈറ്റ് തന്നെ ഈ അടുത്ത കാലഘട്ടത്താണ്. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു മെർക്കുറി ലൈറ്റ് കിടക്കുന്നുണ്ട്. പണ്ടൊരു കവലയിലൊരു മെർക്കുറി ലൈറ്റ് മതിയായിരുന്നു, ആ പ്രദേശത്ത് മുഴുവൻ വെളിച്ചം കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതല്ല. ഇപ്പം നമ്മുടെ കണ്ണ് പോലും LED നമ്മുടെ കണ്ണിന് പോലും ഇല്ല. കൂടുതൽ വെളിച്ചം കണ്ട് നമ്മുടെ കണ്ണ് വെളിച്ചം കൂടുതൽ ആവശ്യപ്പെടുകയാണ്. എനിക്കറിയാം നമ്മളൊക്കെ പലരും പഠിച്ചത് എങ്ങനെയാണ്, ഒരു മണ്ണെണ്ണ വിളക്കിൽ വെച്ച പഠിച്ചു. ഞാൻ എൻ്റെ SLCക്ക് പഠിച്ചപ്പോഴാണ് എൻ്റെ വീട്ടിൽ കറണ്ട് കിട്ടിയത്. SLC വരെ പഠിച്ചു. SLC അവസാന ലാസ്റ്റ് ടൈമിലാണ് കറണ്ട് കിട്ടിയത്. അന്ന് വരെ നമ്മുടെ വീട്ടിലൊരു മണ്ണെണ്ണ വിളക്കാണ് നമ്മളിത് പഠിക്കുന്നത്. അന്ന് ആ മണ്ണെണ്ണ വിളക്ക് ഉണ്ടെങ്കിൽ ഒരു മുറി വെള്ളം വെളിച്ചം കൂടുതലാന്ന് തോന്നുന്നു. ഇപ്പം മണ്ണെണ്ണ വിളക്ക് പോയിട്ട്
ഒരു 60 വോൾട്ടിൻ്റെ ലൈറ്റ് ഇട്ടാൽ പോലും പറ്റില്ല. ഇപ്പോൾ ഓരോ വീട്ടിനകത്തും ഓരോ മുറിക്കകത്തും 2ഉം 3ഉം ട്യൂബ് ലൈറ്റൊക്കെ ഇട്ടാലാണ് നമുക്ക് വെളിച്ചമുണ്ടെന്ന് തോന്നുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസഹാഖ് പുഴയങ്കരയിലത്ത, പഞ്ചായത്ത് അംഗങ്ങളായ PA ഷാജഹാൻ, UY ഷമീർ, CJ പോൾസൺ, ബീന സുരേന്ദ്രൻ, ദിവാകരൻ കുറുപ്പത്ത്, ഹംസ പുഴങ്കരയിലത്ത്, ഹുസൈൻ ചളിങ്ങാട്, RS ഷെഫീഖ്, അസീസ് ചൂലുകാരൻ, സത്യൻ കണ്ടനാട്ട, KU അഷ്റഫ്, TB സിദ്ദിഖ്, സുരേഷ് കൊച്ചുവീട്ടിൽ, മുജീബ്, കരീം, ഹുസൈൻ, ജബ്ബാർ തുടങ്ങിയവർ പങ്കെടുത്തു. CK വളവ് പൗരാവലി ഏർപ്പെടുത്തിയ അഹമ്മദ് കബീർ കാക്കശ്ശേരി പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ 2023 അവാർഡിന് നാടക പ്രവർത്തകൻ സുധീഷ് അമ്മവീട് അർഹനായി. പോയ വർഷത്തെ സുധീഷിന്റെ കലാ സാംസ്കാരിക രംഗത്തെ പ്രകടന മികവ് പരിഗണിച്ചുകൊണ്ടാണ് ഈ അവാർഡിനായി അദ്ദേഹം നിർദ്ദേശിക്കപ്പെട്ടത്. 11,111 രൂപയും ഫലകവും പ്രശംസപത്രവും അടങ്ങുന്നതാണ് അവാർഡ്. സമിതി ചെയർമാൻ ഹംസ വൈപ്പിപ്പാടത്ത് നേതൃത്വം നൽകിയ 6-അംഗ ജൂറിയാണ് അവാർഡ് നിശ്ചയിച്ചത്. 2024 ഫെബ്രുവരി 18 ഞായറാഴ്ച വൈകിട്ട് 4:30 പുതിയക്കാവ് AMUP സ്കൂളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമർപ്പിക്കും. ഈ അവസരത്തിൽ പ്രദേശത്ത് വിദ്യാഭ്യാസ മേഖലയിലും കേരള സ്കൂൾ യുവജനോത്സവത്തിലും പങ്കെടുത്ത മികവ് നേടിയ കുട്ടികളെ ആദരിക്കുകയും ചെയ്യും. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുടിവെള്ള വിതരണം നിലച്ചിട്ട് 3 മാസം ദുരിതത്തിലായ നാട്ടുകാർ ഒടുവിൽ പ്രതിഷേധവുമായി വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി. സ്കൂട്ടറിൽ കടത്തിക്കൊണ്ടുവന്ന 9 ലിറ്റർ വിദേശ മദ്യം എക്സൈസ് പിടികൂടി. ലൈഫ് ഭവന പദ്ധതിക്ക് ഊന്നൽ നൽകി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.